അതെ, ആ പച്ച ഷർട്ട് എനിക്ക് വേണം കേട്ടോ. ഡോക്ടർ അല്ലേ അത്? അയാൾ നമ്മളെ തപ്പി ഇറങ്ങിയതാ. നീ വാ. ഓടിക്കോ. ഏയ് സുധി, ഒന്ന് നിക്ക്. ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ. എങ്ങോട്ടാണ് പോകുന്നത്? സോറി നമുക്ക് അങ്ങോട്ടല്ലേ പോണ്ടത്? പരാജയം തനിക്ക്. അതെ, നിങ്ങൾക്ക് വഴി തെറ്റി അങ്ങോട്ടാ പോകുന്നത്. ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവൻ ഗർഭിണികളാക്കും. നീ നോക്കിക്കോ. ദേ വരുന്നു. വാ വാ വാ. അയാളുടെ കണ്ണിപ്പെടാതെ നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോന്നതാ. മുകളില് എനിക്കൊരിക്കലും ഡോക്ടറെ ചതിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ നീ ഒളിച്ചോടിയത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച സാറിന് ഭ്രാന്താണ്. നീ പോടാർന്ന്, ഞാൻ തുറന്നു പറയും. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങൾ ഗർഭിണിയാവുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ? അത് ശരിയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അതാ ഉണ്ടായത്. അപ്പൊ പൂർണ്ണ മനസ്സോടെ അല്ലേ നീ ഇതിന് സമ്മതിച്ചത്? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാശ് എണ്ണി വാങ്ങിക്കുമ്പോ ഇതൊന്നും ഓർത്തില്ലേ? അല്ല സാറ് ക്ഷമിക്കണം, ഞാനതൊന്നത്ര കാര്യമായിട്ടെടുത്തില്ല. നിന്റെ ജീവൻ വെച്ച് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നിന്റെ വയറ്റിൽ വളരുന്ന ഒരു പിഞ്ചു ജീവനുണ്ട്. അത് നശിപ്പിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? ഇത്രയും ക്രൂരത ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ല സുധി. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. സാറിനോട് ക്ഷമിക്കണം. അറിവില്ലായ്മ? ചരിത്രത്തിൽ ആദ്യമായി ഗർഭം ധരിച്ചൊരു പുരുഷനാണ് നീ. നിന്റെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. അതറിയാമോ? നിനക്ക് വേണമെങ്കിൽ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറാം. ആരും നിന്നെ നിർബന്ധിക്കില്ല. അതിനൊരു അബോർഷൻ വേണ്ടിവരും. പക്ഷേ അത് നിന്റെ ജീവൻ ആപത്താണ്. ആലോചിച്ച് നിനക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാം. കുഴപ്പമൊന്നുമില്ല. സുധി, നിന്റെ ഉള്ളിൽ വളരുന്ന ജീവന്റെ തുടിപ്പ് നിനക്ക് കാണണോ? ദാ. എന്റെ വയറിന് എന്തോ ഒരു വല്ലായിക. ബാത്റൂം ഫ്രീ ആയിട്ടുണ്ട്, പൊയ്ക്കോ. അതല്ല, പിന്നെ എന്തോ ഒരു അനക്കമൊക്കെ തുടങ്ങി. ആണോ? നോക്കട്ടെ. ആങ്കൊച്ചാന്ന് തോന്നുന്നു. ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആപ്പിൾ എടുത്ത് കഴുകിട്ട് ഒരടിപൊളി ജ്യൂസ് ഉണ്ടാക്കട്ടെ. എനിക്കൊന്നും വേണ്ട. നിനക്കല്ല, എനിക്ക്. ഇനിയിപ്പോ പ്രസവം, ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കാനുള്ളതല്ലേ. ക്ഷീണിക്കാൻ പാടില്ലല്ലോ. വന്നേ. ലാലി 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 ലോ. പതുക്കെ 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 പതുക്കെ. ദേ ഈ പാലങ്ങോട്ട് കുടി. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? അതെ, കൊന്നുകളയും ഞാൻ. ചുമ്മാ പറഞ്ഞ ചേട്ടാ, മോൻ കുടി. സുധി, നീ ഇതുവരെ കുളിച്ചില്ലേ? പെട്ടെന്ന് റെഡി ആക്കിയോ, നമുക്കൊരു പ്രസ് മീറ്റിന് പോണം. വേഗം. ദേ
വന്ന ഉടനെ എന്നെ വിളിക്കണം. ആൾക്കാരെ മുമ്പേ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പോവുകയല്ലേ, വിളിദോഷം ഉണ്ടാവും. സാരമില്ല, വന്ന ഉടനെ അണ്ണ ഒന്ന് ഒഴിഞ്ഞിടാം. പിന്നെ കുരുത്തം കെട്ട പിള്ളേർ കാണും, വയറ്റിലൊന്നും തൊടാൻ സമ്മതിക്കരുത്. ഈ സമയത്ത് ആ കൊച്ചനക്കം വെച്ച് തുടങ്ങുന്നത്. അറിയോ, ഇത് എന്റെ വയറ്റ് വളരാനുള്ള കുഞ്ഞാ. എന്നിട്ട് എന്താ ഡോക്ടർ സമ്മതിച്ചില്ലേ? അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറയുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോരാ, എനിക്ക് ആരോഗ്യസ്ഥിതി ഇല്ലെന്ന്. അതൊന്നും ആയിരിക്കില്ല. ഡോക്ടർ ഒരു സമയത്ത് ചിമ്പാൻസിയിലും കുരങ്ങിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ളതല്ലേ. വീണ്ടും അതേ ജീവിയിൽ തന്നെ നടത്തുന്നത് ബോറടിയായിരിക്കും. എന്റെ മോൻ പാല് കുടി. അളിയ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അളിയ, നമ്മുടെ ശ്രീകുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ, അരവിന്ദാക്ഷം കൊണ്ടുവന്ന. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. വരുന്ന ഞായറാഴ്ച അവരോട് വരാൻ പറയട്ടെ. അളിയ എത്തുമല്ലോ? അവരോട് വരാൻ പറഞ്ഞോളൂ. ഏതായാലും 2-3 മാസം സമയമുണ്ടല്ലോ. അവർ കൂടി താല്പര്യമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. ഓക്കെ. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ, സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ട് പോവല്ലേടാ. ഇവൻ കൊടുത്താലും നീ എന്നെ വിട്ട് പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ, പപ്പയെ വിട്ടിട്ട്. ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യമോ പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകളാ, എനിക്കെന്ത്? ചേച്ചി ചേച്ചി ചേച്ചിയുടെ ആളെത്തി. രാജീവിന്റെ ശ്രീലക്ഷ്മിയുടെയും ജാതകം നല്ല പൊരുത്തമുണ്ട്. മറ്റു കാര്യങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം, അല്ലേ? മാങ്കോയിക്കൽ പത്മനാഭപിള്ളയുടെ മകളാണ് കുട്ടി എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായി. അതുകൊണ്ട് ഒട്ടും വൈകാതെ നടത്താൻ തീരുമാനിച്ചു. ആ, എന്നാ പിന്നെ കുട്ടിയെ വിളിച്ചോളൂ. അപ്പൊ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം, അല്ലേ? അരവിന്ദ, ആ ചാർത്ത് വായിച്ചോളൂ. പരേതനായ മാങ്കോയിക്കൽ പത്മനാഭപിള്ളയുടെയും സരസ്വതി അമ്മയുടെ മകൾ ശ്രീലക്ഷ്മിയും ഹായ് സൂര്യ മാമൻ. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷൻ ഗർഭം ധരിച്ചിരിക്കുന്നു. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യം. ഇത് സുധീന്ദ്രൻ, ചരിത്രത്തിൽ ആദ്യമായി ഗർഭം ധരിക്കുന്ന പുരുഷൻ. നാളിതുവരെ സ്ത്രീകളുടെ കുത്തകയായിരുന്ന ഗർഭധാരണവും പ്രസവവും ഇനി മുതൽ പുരുഷന്മാർക്കും സാധ്യമാകുന്നു. 12 വർഷത്തെ ഗവേഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ സാധ്യത കണ്ടെത്തിയത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യുവാണ്. ആദ്യമായി ഗർഭം ധരിക്കുന്നത് മലയാളിയായ സുധീന്ദ്രൻ എന്ന യുവാവാണ്. എണീറ്റ് വാടാ. എന്തിനാണ് ഇനി ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ പോകരുത്, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട്. ആങ്ങളൊക്കെ ബാംഗ്ലൂർ ജോലി, നല്ല ജോലി. ഇത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ല. അത് നിങ്ങൾക്ക് കേട്ടിട്ട് തൊലി പൊളിയുവാ. ഇങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ ആലോചിച്ചിട്ടില്ലാന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. അതെ, മാറിക്കേ. അല്ല, അങ്ങനെ പോകരുത്. പോവല്ലേ. പ്ലീസ് ഇറങ്ങ്, ഇങ്ങോട്ട് ഇറങ്ങ്. ഹലോ, അങ്ങനെ പോവല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അമ്മാവ, ഒന്നും പറയണ്ട. നിങ്ങൾ നിക്കണേ. പറയടാ. നീ അറിയാത്ത ഒരു കാര്യവും സുധിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എടാ, പറയാ. അളിയ, ഇനി അവനെ തല്ലരുത് മോനെ. ഈ കണ്ടതൊക്കെ നേരാണോടാ? ഇനി ഞങ്ങളൊക്കെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതും കൂടെ പറഞ്ഞതാ. എടാ, നിന്നോടോ ചോദിച്ചേ? ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടി അവൻ ഈ നാണം കേട്ട പണിക്ക് പോയത്? നിങ്ങൾക്ക് വേണ്ടി, ഈ കുടുംബത്തിൽ ഓരോരുത്തർക്കും വേണ്ടി. എന്നാലും ഏട്ടൻ എന്ത് ബുദ്ധിമോശമായി കാണിച്ചേ? അവനേക്കാൾ കൂടുതൽ അവൻ സ്നേഹിച്ചത് നിങ്ങളെയാ. അവൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. അതൊരു ബുദ്ധിമോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിമലയുടെ കല്യാണത്തിന്റെ ബാധ്യത എത്ര ഉണ്ടെന്ന് അറിയോ? ഈ വീടും പറമ്പും നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ വന്നു. അതൊന്നും അവൻ ആരെ അറിയിച്ചില്ലല്ലോ. 1ഉം 2ഉം അല്ല, ലക്ഷങ്ങൾ വേണമായിരുന്നു അതൊക്കെ തീർക്കാൻ. കക്കാതെയും പിടിച്ചു പറിക്കാതെയും നേരായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ അപ്പോ ഈ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ,
ഞാൻ കാരണം സുധിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. ഇനിയിപ്പോ പിന്മാറാനും പറ്റില്ല. അമ്മ ക്ഷമിക്കണം. അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റും, പക്ഷെ എനിക്കൊരിക്കലും കഴിയില്ല. മാളു, ഞാനെല്ലാം എനിക്കൊന്നും കേക്കണ്ട. കുട്ടിക്കാലം മുതൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുധിയേട്ടനാ എന്നെ വഞ്ചിച്ചത്. മാളു വാ, മതി ഇവരുമായിട്ടുള്ള ബന്ധം. വാ. മോളെ, മോളെ, മോൾ. സരസ്വതി അമ്മേ, പിന്നൊരു കാര്യം, അവന്റെ ഇവളുടെയും കാര്യത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതൊക്കെ ഇവിടെ വച്ച് വേണ്ടാന്ന് വെക്കുക. മോളെ, എന്റെ മോക്ക് ഇങ്ങനെ ഒരാണും പെണ്ണും കെട്ട ഒരാളെ ഭർത്താവാക്കേണ്ട ഗതികേടില്ല. വരട്ടെ. എന്തിനാ ഇനി നിൽക്കുന്നേ? പോവല്ലേ മോളെ. അയ്യോ, അയ്യോ അമ്മേ, 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 അയ്യോ അമ്മേ.